ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. വിമതരുടെ പാട്ടും കൂത്തും. ഞാനിപ്പോൾ ജർമ്മനിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഒരുപക്ഷെ ഈ ദിവസങ്ങളിൽ വീഡിയോ ഇടാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് ഞാൻ ഇന്നലെ അറിയിച്ചിരുന്നു. എന്നാലും ഉള്ള സമയം കണ്ടെത്തി ഞാൻ പലരും ആവശ്യപ്പെട്ടത് പ്രകാരം പലരും രാവിലെ ഈ വീഡിയോസ് കണ്ടുകൊണ്ടാണ് അവരുടെ ജീവിതം ആരംഭിക്കുന്നത്. കുർബാന കഴിഞ്ഞപ്പോൾ ഈ വീഡിയോസ് കണ്ടുകൊണ്ടാണ്. അപ്പോൾ അവരെല്ലാം ആവശ്യപ്പെട്ടതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ക്രിമിനൽ കൂരിയ സഭ നിയമിച്ച എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കൂരിയായെ വിമത വൈദ്യര് വിളിക്കുന്നത് ക്രിമിനൽ കൂരിയ എന്നാണ്. ക്രിമിനൽ കൂരിയായും മത പോലീസ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെയും. ഇന്ത്യയിൽ അങ്ങനെ മത പോലീസ് ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. സൗദി അറേബ്യയിലും ഇറാനിലും ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഏതായാലും മത പോലീസും ചേർന്ന്, അങ്ങനെയാണ് വിമതൻ നമ്മുടെ പോലീസിനെ പറഞ്ഞത്, കേരള പോലീസിനെ പറയുന്നത്. ക്രിമിനൽ കൂരിയായും മത പോലീസും ചേർന്ന് നടത്തിയ വൈദിക അക്രമത്തിനെതിരെ, വൈദിക അക്രമം എന്ന് പറഞ്ഞാൽ വൈദികരെ ആക്രമിച്ചതാണോ ഉദ്ദേശിക്കുന്നത്, അതോ വൈദികർ അക്രമം ചെയ്തതാണോ? വൈദികർ അക്രമം ചെയ്തതായിട്ടാണ് നമ്മളെല്ലാം മനസ്സിലാക്കണേ. ഏതായാലും അവർ പറയുന്നത് വൈദിക അക്രമത്തിനെതിരെ എന്നാണ്. അപ്പോൾ ക്രിമിനൽ കൂരിയായും മത പോലീസും ചേർന്ന് നടത്തിയ വൈദിക അക്രമത്തിനെതിരെ എന്ന പേരിൽ വിമതരുടെ ഏകം ന്യൂസിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സംഗീതത്തിൻ്റെ ചുവട് പിടിച്ച് ഒരു പാട്ട് ഇറക്കിയിട്ടുള്ളത് നിങ്ങൾ ചില കേട്ട് കാണും. സത്യം പറയണമല്ലോ, ഈ സംഗീതം അത്ര സർഗാത്മകമൊന്നും അല്ലെങ്കിലും ഒരു കടമെടുത്ത ഒരു രീതിയൊക്കെ തോന്നുമെങ്കിലും വരികളൊക്കെ നല്ല ഗംഭീരമായിട്ട് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. മുഴുവൻ തെറ്റൊക്കെയാണ്, വരികൾ തെറ്റല്ല, അവതരിപ്പിച്ചിരിക്കുന്ന ദൈവശാസ്ത്രമൊക്കെ തെറ്റാണ്, എങ്കിലും വരികളൊക്കെ കേമായിട്ടുണ്ട്. ഈ വിമതരുടെ ക്രിയേറ്റിവിറ്റിയെ ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നു. ഭയങ്കര ക്രിയേറ്റീവ്. 24 മണിക്കൂർ 365 ദിവസവും ഈ തിന്മ ചെയ്യാനായിട്ട് അവർ ഉണർന്നിരിക്കുന്നു എന്നത്, അവരുടെ ആ തിന്മ ചെയ്യാനുള്ള ആ സർഗാത്മകത അത് ഗംഭീരം തന്നെ. ഈ സത്യം ചെരുപ്പിടാൻ തുടങ്ങുമ്പോഴേക്കും നുണ ലോകം ചുറ്റി വന്നിരിക്കും എന്ന് പറയുന്ന ആ ചൊല്ല് ഈ വിമതരുടെ കാര്യത്തിൽ എത്രയോ വാസ്തവമാണ്. കർത്താവ് ഈശോ മിശിഹായും പറഞ്ഞിട്ടുണ്ട്, വെളിച്ചത്തിൻ്റെ മക്കളെക്കാൾ ഈ ലോകത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരാണ്. അത് ലൂക്കാസിന് സുവിശേഷം 16-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നത്. 8-ാമത്തെ വാക്യം 16-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം 8-ാമത്തെ വാക്യം മറ്റൊന്നും തോന്നുന്നു, അത് 12 എനിക്ക് അറിഞ്ഞുകൂടാം. വെളിച്ചത്തിൻ്റെ മക്കളെക്കാൾ ഈ ലോകത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരാണ്. കർത്താവ് വിമതരെക്കുറിച്ച് പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇവരുടെ പാട്ട് പാടാൻ എനിക്കറിയില്ല, എങ്കിലും അവർ വലിയ ആവേശം ഉണ്ടെന്ന തരത്തിലാണ് ചെയ്തിരിക്കുന്നത്. ചോര വീണൊരങ്കണം യേശുവിൻ സഭാങ്കണം, സത്യധീർമ്മനീതി വീണ്ടെടുത്തിടും രണാങ്കണം. അവർ പാടുന്ന രീതിയിലേക്ക് പാടാൻ പറ്റില്ല, നല്ല ഇതൊക്കെ വെച്ചിട്ടൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. ചോര വീണൊരങ്കണം യേശുവിൻ സഭാങ്കണം, സത്യധർമ്മനീതി വീണ്ടെടുത്തിടും രണാങ്കണം. അങ്ങനെയാണ് ആ പാട്ട് തുടങ്ങുന്നത്. ഈ ചോര വീണൊരങ്കണം എന്ന് പറയുന്നതും യേശുവിൻ സഭാങ്കണം എന്ന് പറയുന്നതും ഈ വിമത വൈദികർ 21 പേര് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മെത്രാസന മന്ദിരം അതിക്രമിച്ച് കയറിയല്ലോ 9-ാം തീയതി. അങ്ങനെ അതിക്രമിച്ച് കയറി, ജനുവരി 9-ാം തീയതി അതിക്രമിച്ച് കയറി 3 ദിവസം അവിടെ തീറ്റയും കുടിയും ഒക്കെ ആയിട്ട് നടന്നു. പ്രാർത്ഥനായജ്ഞം എന്നുള്ള ഒരു ചെല്ലപ്പേരിട്ട് അവിടെ തീറ്റയും കുടിയായിട്ട് കഴിഞ്ഞു. അവർ ഇറങ്ങിപ്പോകാൻ പല പ്രാവശ്യം പറഞ്ഞു. പോലീസിൽ വന്നു. അങ്ങനെ അതിക്രമിച്ച് കയറിയ എന്നിട്ട് പോലീസ് നിവൃത്തിയില്ലാതെ, അതായത് അന്ത്യശാസനം കൊടുത്തിട്ടും പിന്നെയും 10 മണിക്കൂറും കഴിഞ്ഞിട്ട് പോകാതെ വന്നപ്പോൾ അവർ നീക്കം ചെയ്യേണ്ടി വന്നു. അതിനെയാണ് അപ്പം ഇങ്ങനെ ഒരു ബലം പിടിച്ചു, പോലീസിനെ ആക്രമിക്കാൻ നോക്കി. അങ്ങനെ ഒരുപാട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാണത്. അങ്ങനെ ചെയ്ത ഇവരുടെ അക്രമത്തെയാണ് യേശുവിൻ്റെ ബലിയുമായിട്ട് ഒരു താരതമ്യം ചെയ്തിരിക്കുന്നത്. ഈ 21 വിമത വൈദികർ, കൂതാശ വിലക്കുള്ളവർ, സഭ വിലക്കിയിട്ടുള്ളവർ, അങ്ങനെയുള്ളവർ തങ്ങളുടെ അക്രമത്തെ യേശുവിൻ്റെ ബലിയുമായിട്ട് താരതമ്യം ചെയ്തിരിക്കുകയാണ്. യേശുവിൻ്റെത് ബലിയായിരുന്നു, ആത്മബലി. ആരും എൻ്റെ പ്രാണൻ എന്നിൽ നിന്ന് എടുക്കുകയല്ല, ഞാനത് സ്വയം സമർപ്പിക്കുകയാണ്. അത് സമർപ്പിക്കാനും തിരിച്ചെടുക്കാനും എനിക്ക് അധികാരമുണ്ട്. അങ്ങനെയാണ് തൻ്റെ ബലിയെക്കുറിച്ച് യേശു നല്ല ഇടയനെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൽ പറഞ്ഞത്, യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം. പക്ഷെ തീർച്ചയായും യേശുവിൻ്റെ രക്തം ചിന്തിയതിൽ അവൻ്റെ ശത്രുക്കൾക്ക് പങ്കുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. ഈ യേശുവിൻ്റെ സഭാങ്കണത്തിൽ, ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അങ്കണത്തിൽ വിമത വൈദികർ കള്ളന്മാരെ പോലെയാണ് കയറി കൂടിയത്.
എന്നിട്ട് മൂത്രപ്പുരയിൽ ഒരു ഒരു ഒരുക്കവുമില്ലാതെ ബലിയർപ്പിച്ചപ്പോൾ അവര് ഈ യേശുവിൻ്റെ സഭാങ്കണത്തെയാണ് അപമാനിച്ചത്. യേശുവിൻ്റെ സത്യത്തെയാണ് അവർ കുഴിച്ചു മൂടിയത്. യേശുവിൻ്റെ ധർമ്മത്തെയാണ് അവർ കാറ്റിൽ പറത്തിയത്. നീതിയെ അവർ ഒരിക്കൽ കൂടി കുരിശിലേറ്റ് കൊല്ലുകയായിരുന്നു. എന്നിട്ട് അവർ തുടർന്ന് പാടുകയാണ്, ക്രൂശുമായി വലിച്ചിഴച്ചതോർമ്മ തന്ന പുലരിയിൽ ധീരമായി ചെറുത്തു നിന്ന സഹന സമര പാതയിൽ. സഹന സമര അവര് തീറ്റും കുടിക്കുമായി കൊണ്ടുപോയ ആ ഇതുണ്ടല്ലോ പെട്ടികൾ അവിടെയുണ്ട്. അതിൻ്റെ ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ട്. ഈ രായച്ചനെയും കൂട്ടരെയും പോലീസ് എടുത്തുകൊണ്ട് പോയതിനെയാണ് ക്രൂശുമായി വലിച്ചിഴച്ചതോർമ്മ. യേശുവിനെ കുരിശിൻ്റെ വഴിയിൽ വലിച്ചിഴച്ച് കൊണ്ടുപോയതിനേക്കാണ് നമ്മുടെ രായനച്ചനെയും കൂട്ടരൊക്കെ തരതമം ചെയ്തിരിക്കുന്നത്. കർത്താവെ അവരോട് പൊറുക്കണേ. ഇവർ തെമ്മാടത്തരം കാണിക്കുക, തെണ്ടിത്തരം കാണിക്കുക, എന്നിട്ട് കുരിശിന് ബലിയുമായി തങ്ങളെ തന്നെ തരതമം ചെയ്യുക. ഈ ബറാബാസ് അല്ലെങ്കിൽ കർത്താവിൻ്റെ അപ്പുറത്തും രണ്ട് കവർച്ചക്കാർ ബറാബാസിന് ഉപയോഗിക്കുന്ന അതേ വാക്കാണ് അതിനുപയോഗിച്ചത്. ആ കവർച്ചക്കാരിൽ ഒരാൾക്ക് പിന്നീട് മാനസാന്തരം ഉണ്ടായി, ഒരാൾക്ക് മാനസാന്തരം ഉണ്ടായില്ല. ആ കവർച്ചക്കാർ യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട കവർച്ചക്കാർക്ക് തുല്യമാണ് 21 വൈദികരും അവർക്ക് കുടചൂടിയവരും. അപ്പോൾ കുരിശിൽ കർത്താവിൻ്റെ കുരിശിനെ അല്ല അവർ കാണുന്നത്. കാരണം എന്താണ്? അവർ കർത്താവിലേക്ക് തിരിയാറില്ല. അവർ കർത്താവിലേക്ക് തിരിയില്ല. കർത്താവിലേക്ക് തിരിയുന്നതിനെ പ്രതിയാണ് ഈ പ്രശ്നം മുഴുവൻ. കർത്താവിലേക്ക് തിരിയണമെന്ന് സഭ പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ പ്രശ്നം മുഴുവൻ. അവർ കർത്താവിലേക്ക് നോക്കില്ല, കവർച്ചക്കാരിലേക്ക് നോക്കൂ. അതുകൊണ്ട് കവർച്ചക്കാരായി ജീവിച്ച് കർത്താവിൻ്റെ ഇടത്തും വലത്തും ക്രൂശിക്കപ്പെട്ട കവർച്ചക്കാരിൽ അതിൽ മാനസാന്തരം വരാത്ത കവർച്ചക്കാരെ പോലെയാണ് ഇവർ. എന്നിട്ട് അവർ തങ്ങളെ തരതമം ചെയ്യുന്നതോ, ഞങ്ങളും ക്രൂശിക്കപ്പെട്ടില്ലേ. ഈ കവർച്ചക്കാർക്കും പറയാലോ, യേശുവിനോടൊപ്പം ഞങ്ങളും ക്രൂശിക്കപ്പെട്ടു എന്ന് പറയാം, ഞങ്ങളെയും വലിച്ചഴിച്ചു കൊണ്ടുപോയെന്ന് പറയാം. അപ്പോൾ യേശുവിനെ പോലെ സ്നേഹമോ യേശുവിൻ്റെ സഭയോടുള്ള കൂറോ യേശുവിൻ്റെ വികാരിയായി മാർപ്പാപ്പയുള്ള വിധേയത്വമോ യാതൊന്നുമില്ലാതെ തങ്ങളുടെ അഴിമതി മൂടിവെക്കാൻ, തങ്ങളുടെ കവർച്ച മൂടിവെക്കാൻ വേണ്ടിയാണ് ഈ കവർച്ചക്കാരായ 21 വൈദികര് തങ്ങളെ ഈ കുരിശിൽ മരിച്ച ക്രിസ്തുവിനോട് താരതമ്യം ചെയ്യുന്നത്. വാസ്തവത്തിൽ തൊട്ടപ്പുറത്ത് ഇടത്ത് വശത്ത് കിടക്കുന്ന കള്ളനോടും കവർച്ചക്കാരനോടുമാണ് ഇവർ താരതമ്യം ചെയ്യേണ്ടിയിരുന്നത്. അതിനാൽ ചോര വീണ് ഈ യേശുവിൻ സഭാങ്കണം അത് മലിനമായത് അശുദ്ധമായത് 21 വൈദികരുടെയും അവരെ സപ്പോർട്ട് ചെയ്ത പിന്തുണയ്ക്കുന്ന വിമത വൈദികരുടെയും തെമ്മാടിത്തരവും ആക്രമണവും അക്രമവും മൂലമാണ്. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി തങ്ങളെ തന്നെ യേശുമായി താരതമ്യം ചെയ്തിരിക്കുകയാണത്. നമ്മളിത് തിരിച്ചറിയണം. ഇവരുടെ ഗൂഢമായ ഈ കമ്മ്യൂണിസ്റ്റ് വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ചുവട് പിടിച്ച് ഈ ജനത്തെ കൊണ്ടോ സമരം ചെയ്തോ കൂതാശയെ തോന്നിയാസം ചെയ്യാമെന്നുള്ള അവരുടെ അഹങ്കാരം, ആ അഹങ്കാരത്തെയാണ് നമ്മൾ അപലപിക്കേണ്ടത്. നമ്മൾ വളരെ ജാഗ്രതയോട് കൂടി തന്നെ ഇവരുടെ ഈ കർത്താവിനെ വിപ്ലവകാരിയായി ചിത്രീകരിച്ച് ഇഹലോകത്ത് തന്നെ അവൻ്റെ സമത്വസുന്ദരമായ രാജ്യം കൊണ്ടുവരാമെന്ന മാർക്സിസ്റ്റ് ഐഡിയോളജിയുമായിട്ട് പോകുന്ന ഇവരെ വളരെയധികം ജാഗ്രതയോടെ നമ്മൾ കാണേണ്ടതുണ്ട്. അതിനെതിരെ നമ്മൾ കണ്ണിൽ എണ്ണയൊഴിച്ച് നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.